എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബെഡിൽ സ്ത്രീ വൈൽഡ് ആവാനായി ഫോർ പ്ലേ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. സ്ത്രീകൾ കിടപ്പറയിൽ ആക്റ്റീവ് ആകുന്നത് പുരുഷന്മാർക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. എന്നാൽ ചില സ്ത്രീകൾ എപ്പോഴും കിടന്നു കിടക്കുകയാണ് ചെയ്യുന്നത്. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് പുരുഷന്മാർ ഇതിനെക്കുറിച്ച് അധികം ചിന്തിക്കാറില്ല. എന്നാൽ ഇത് നിങ്ങൾ തമ്മിലുള്ള ഇൻറ്റിമസിയാണ് കാണിക്കുന്നത്. നിങ്ങൾ തമ്മിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള അടുപ്പക്കുറവോ മൂലം സ്ത്രീകൾ ഇങ്ങനെ കിടന്നു കൊടുക്കുന്നത് പതിവാണ്. സ്ത്രീ കൂടി ആക്റ്റീവ് ആവുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ കിടപ്പറ വിജയം കാണുക. അതുകൊണ്ട് സ്ത്രീ എന്തുകൊണ്ടാണ് ഇങ്ങനെ കിടപ്പറയിൽ പിന്നോക്കം കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും മറ്റ് പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങളുടെ സ്പർശനം അല്ലെങ്കിൽ ലൈംഗികമായുള്ള ഉത്തേജനം അവൾക്ക് തൃപ്തിയാം വിധത്തിൽ നിങ്ങൾ ചെയ്തു കൊടുത്തില്ല എങ്കിലും സ്ത്രീകൾ ഇങ്ങനെയാകും കിടപ്പറയിൽ പെരുമാറുക. ഒരു ചടങ്ങെന്ന രീതിയിൽ വെറുതെ കിടന്നു കൊടുക്കാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യം അതാണ് നിങ്ങൾ അറിയേണ്ടത്. നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നങ്ങളുമില്ല എന്നും അതുപോലെ തന്നെ നിങ്ങൾ കിടപ്പറയിൽ ഹാപ്പിയാണ്, രണ്ടുപേരും ഹാപ്പിയാണ് എന്നും മനസ്സിലാക്കുക. അതിനുശേഷമാണ് അടുത്ത കാര്യങ്ങൾ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് ഐ ടു ഐ കോണ്ടാക്ട് നിലനിർത്തുക എന്നതാണ്. ഐ ടു ഐ കോണ്ടാക്ട് നിലനിർത്തുന്നതോടുകൂടി പങ്കാളിയിൽ പ്രണയം കൈവരിക്കുന്നു. അതെ, പങ്കാളിയെ ഒന്ന് സ്നേഹപൂർവ്വം പ്രണയപൂർവ്വം നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പങ്കാളിയുടെ ഏറ്റവും സെൻസിറ്റീവായ ഭാഗങ്ങളിൽ നിങ്ങളുടെ സ്പർശനം ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കും. അതെ, നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾക്ക് തുരുതുരാ ഉമ്മ വെക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചുംബിക്കുക. അതിനായി നിങ്ങൾ യാതൊരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ധൃതിയും അരുത്. ചുണ്ടുകളിലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നീണ്ടുപോയിക്കോട്ടെ. കാരണം നീണ്ടുപോകുന്നതാണ് സ്ത്രീകൾക്ക് ഏറെ ഇഷ്ടം എന്ന് മനസ്സിലാക്കുക. അതുപോലെ അവളുടെ കക്ഷം, അതുപോലെ മാറിടങ്ങൾ. പല പുരുഷന്മാരും മാറിടങ്ങൾ ഉത്തേജിപ്പിക്കുന്ന സമയത്ത് സ്തനക്കണ്ണുകൾ മാത്രം ഉത്തേജിപ്പിച്ച് പെട്ടെന്ന് ബാക്കിയുള്ളതിലേക്ക് കടന്നു പോകുകയാണ് പതിവ്. ഇതൊരിക്കലും സ്ത്രീകൾ ഇഷ്ടപ്പെടില്ല. സ്ഥലങ്ങളിൽ സമയമെടുത്ത് ഉത്തേജിപ്പിക്കണം. അതിൻ്റെ മാംസളമായ ഭാഗങ്ങളും അതുപോലെ അതിൻ്റെ നിപ്പിളിൻ്റെ ചുറ്റുവട്ടവും എല്ലാം പതിയെ നിങ്ങളുടെ വിരലുകൾ കൊണ്ടും അതുപോലെ ചുണ്ടുകൾ കൊണ്ടും വളരെ സോഫ്റ്റായി നിങ്ങൾക്ക് ഉത്തേജിപ്പിക്കാൻ സാധിക്കും. ഇങ്ങനെ ഉത്തേജിപ്പിക്കുന്നതിലൂടെ സ്ത്രീ ഏറ്റവും കൂടുതൽ ഉത്തേജനാവസ്ഥയിൽ എത്തുന്നു. അതുപോലെ തന്നെ അവരുടെ പ്രൈവറ്റ് പാർട്ട് നിങ്ങൾക്ക് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങൾക്ക് സമയം കൂട്ടുകയോ അതുപോലെ തന്നെ സ്പർശനം അല്ലെങ്കിൽ നിങ്ങളുടെ പാനം ചെയ്യാൻ വളരെ സോഫ്റ്റ് ആയിട്ടാണെങ്കിൽ അവർ കൂടുതൽ ഇതിൽ അനുഭൂതി പകരുകയും നല്ലൊരു അടിപൊളി ലൈംഗിക ജീവിതം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി കാണാം. ഇതുവരേക്കും ബൈ.